ഹലോ, ദിസ് ഈസ് മോൺകിറ്റി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജ്വല്ലറീസ് ഒക്കെ ടേബിളിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് ഒരു ട്രിങ്കറ്റ് ഡിഷാണ് ഞാനിന്ന് ചെയ്യുന്നത്. പോംഗ്രാനൈറ്റ് അഥവാ മാതള നാരങ്ങ എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ തീമിലാണ് ഞാനിത് ചെയ്യുന്നത്. ഫെവിക്രിലിൻ്റെ മോൾഡഡ് ക്ലേ യൂസ് ചെയ്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോംഗ്രാനൈറ്റിൻ്റെ ഒരു ബേസിക് ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നമുക്ക് ജ്വല്ലറീസ് വെക്കാനായിട്ട് 2-3 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം ഞാൻ ഈ കമ്പാർട്ട്മെൻറ്റ്സ് ചെയ്ത സമയത്ത് ചെറിയ കുറച്ച് റോൾസാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡിഷ് പോലെ ഹൈറ്റ് വന്നില്ലായിരുന്നു. വീണ്ടും ഞാൻ ഒരു ലെയർ ക്ലേയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് മാതളത്തിൻ്റെ അല്ലി ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇത് ചെയ്യുന്നത് കുറച്ച് കഷ്ടവും ടൈം കൺസ്യൂമിങ്ങുമാണ്. ഇതിൽ ചെറിയ ചെറിയ ക്ലേ ബോൾസ് എടുത്തിട്ട് അത് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റാൻഡമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇനി ഇതിന് പുറകുവശവും സൈഡിലും ഉള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ ഒന്ന് സ്മൂത്താക്കി കുറച്ചും കൂടെ ക്ലേ ആഡ് ചെയ്ത് ഒരു ക്ലീൻ ലുക്ക് വരുത്തണം. ഏകദേശം ഒരു 6 to 7 hours ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിയും. ഈ ക്ലേക്ക് ഒരു സ്ലൈറ്റ്ലി ഗ്രേ കളർ ഉള്ളത് കാരണം ഫസ്റ്റ് വൈറ്റ് കളർ ബേസ് കോട്ട് അടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന പെയിൻസ് ഒക്കെ ഡാർക്കർ ഷെയ്ഡായിട്ട് വരുള്ളൂ, വൈബ്രൻസി കാണില്ല. അതിനുശേഷം നമ്മുടെ യൂഷ്വൽ പോംഗ്രാനൈറ്റ് ഫ്രൂട്ടിലുള്ള ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തുള്ള ഓരോ അല്ലികൾക്കും പെയിൻറ്റ് ചെയ്യുന്നത് കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ ഞാൻ എളുപ്പത്തിൽ അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു തരാം. ഒരു ലൈറ്റ് പിങ്ക് ഫസ്റ്റ് ലെയർ കൊടുത്തതിന് ശേഷം ആ ഓരോ അല്ലിയുടെ ചുറ്റും ഒരു റെഡ് ഒരു പിങ്കിഷ് റെഡ് കളർ ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം ഒരു ലൈറ്റ് യെല്ലോ, അതായത് ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഓഫ് യെല്ലോ യൂസ് ചെയ്ത് കുറച്ച് സീഡ്സ് വരച്ചു കൊടുത്താൽ മതി. പുറകുവശവും കൂടി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പെയിൻറ്റ് ഡ്രൈ ആയതും ഗ്ലോസി വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ആ സീഡ്സാണ്, ഇതിനുള്ളിലുള്ള സീഡ്സ്. ഞാനത് മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫങ്ഷണൽ ക്രാഫ്റ്റും ടേബിൾ ഡെക്കോറും കൂടിയാണ്. ഇതിൽ ചെറിയ ചെറിയ ജ്വല്ലറീസൊക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. പോംഗ്രാനൈറ്റ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ ആ തീമിൽ ചെയ്തത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഈസി DIY ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സീ യു സൂൺ ഇൻ എ നെക്സ്റ്റ് വീഡിയോ. ബൈ.